മലയാളം വഴികാട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച ചില പ്രധാന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ്ട് 63 ലക്ഷത്തോളം ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. അതെ, നിങ്ങൾ ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ മാറ്റങ്ങൾ വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പല്ല ഇതിന് കാരണം, പിന്നെന്താണ് കാരണം എന്നല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രിയപ്പെട്ട വിശേഷ ദിവസങ്ങളെല്ലാം അടുത്തിരിക്കുകയാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നിവയൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകരുത് എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ഈ പുതിയ തീരുമാനങ്ങൾ എന്നാണ് സർക്കാർ ഭാഷ്യം. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപ മാർച്ച് 25 ശേഷം വിതരണം ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുമെന്ന സൂചന പറയുമെങ്കിലും മാർച്ച് 25 ശേഷം മാർച്ച് മാസത്തെ പെൻഷനും മാർച്ച് 31 മുതൽ ഏപ്രിൽ 9 ശേഷം, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷനും നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ ആദ്യ ആഴ്ച ഏപ്രിൽ മാസത്തെ പെൻഷൻ തരുന്നതാണ്. സാമൂഹ്യക്ഷേമ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ എന്നിവയെല്ലാം സർക്കാർ ഏപ്രിൽ മാസം ആദ്യ ആഴ്ച തന്നെ വിതരണം ചെയ്യുന്നതാണ്. ഇത് വരാനിരിക്കുന്ന വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാകും എന്നതിൽ സംശയമില്ല. ഇനി ഒരു ചെറിയ തമാശ പറയാം. ഈ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ വിഷു കൈനീട്ടത്തിനായി കാത്തിരിക്കുകയാകും. ഈ പെൻഷൻ പണം അവർക്ക് നല്ലൊരു വിഷു കൈനീട്ടമായി മാറില്ലേ? അതേക്കുറിച്ച് നേരത്തെ ആണെങ്കിലും ഈ പണം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സന്തോഷം നൽകും. ഇനി ഗൗരവമായി പറഞ്ഞാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ 4000 രൂപ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. അതായത് 2 ഗഡുക്കൾ നിങ്ങളുടെ കൈകളിൽ ഉടനെത്തും എന്നർത്ഥം. ഇത്രയും പണം ഒന്നിച്ചു വരുമ്പോൾ അതൊരു വലിയ സഹായമാകും എന്നതിൽ സംശയമില്ല. ഈ സഹായ വിതരണത്തിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ സർക്കാർ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ സമയത്തിന് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു ഉത്തരവ് പ്രഖ്യാപിച്ചതോടെ ഇതിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ പണം 3 മാസത്തെ പെൻഷൻ 6000 രൂപ ഒന്നിച്ചു തരും എന്നുള്ള നിർദ്ദേശമല്ലായിരുന്നു എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ ഇലക്ഷന് മുൻപ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 2 ഗഡുക്കൾ വിതരണം ചെയ്യുന്നതാണ്. മുൻ വർഷങ്ങളിലും സർക്കാർ ഇതുപോലെ വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് പെൻഷൻ മുൻകൂറായി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇനി സർക്കാരിന്റെ പക്കൽ നിന്നും മറ്റൊരു അറിയിപ്പ് വരാൻ സാധ്യതയുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ ബാങ്ക് ബാലൻസ് എത്രയെന്ന് കൃത്യമായി മനസ്സിലാക്കിയും വെക്കുക. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വിശേഷ ദിവസങ്ങളിൽ പെൻഷൻ തുക നേരത്തെ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.